സർവതല സ്പർശിയായ വികസനമെന്ന വലിയ സ്വപ്നം, വലിയ ലക്ഷ്യം മുൻനിർത്തി നവകേരളത്തിലേക്ക് എങ്ങനെയാണ് ഒരുമിച്ച് കേരളം മുന്നേറിയതെന്നും അതിന് ഈ സർക്കാർ നേതൃത്വം നൽകിയത് എന്നുള്ളതുകൂടി വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ച ഒരു സർക്കാരിനെ കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നയിച്ചത്. അപ്പോൾ സ്വാഭാവികമായും വലിയ മാറ്റങ്ങൾ ഈ കാലയളവ് കൊണ്ട് കേരളത്തിൽ, ഈ സംസ്ഥാനത്ത് ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയും സാധിച്ചു എന്നത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുഖ്യമന്ത്രി വിശദീകരിക്കുക കൂടിയാണ്. AK ലതീഷ് ഈ വാർത്താ സമ്മേളനത്തിന്റെ വിശദ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ലതീഷ്, വിവിധ വിഷയങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നത്. അതിദരിദ്രരില്ലാത്ത കേരളം എന്ന സർക്കാരിന്റെ വലിയ ലക്ഷ്യം മുതൽ ഈ സംസ്ഥാനത്തിന്റെ തന്നെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന വിഴിഞ്ഞം പദ്ധതിയുടെ പൂർത്തീകരണം വരെ, അങ്ങനെ സമഗ്രമായ വിഷയങ്ങളിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിന്റെ പൂർണ്ണമായ രൂപം എങ്ങനെയാണ്? LDF സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായാണ് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, PM മുഹമ്മദ് റിയാസ് എന്നിവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ കേക്ക് മുറിച്ച് വിതരണം ചെയ്താണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. കേരളത്തിൽ ഇക്കഴിഞ്ഞ LDF സർക്കാർ, 4 വർഷം പൂർത്തിയാകുന്ന LDF സർക്കാർ, ഇന്നത്തേക്ക് പൂർത്തിയാകുന്ന LDF സർക്കാർ നടപ്പാക്കിയതും കഴിഞ്ഞ LDF സർക്കാർ നടപ്പാക്കിയതുമായ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം. ഓരോ മേഖലയിലും കേരളം നേരത്തെ എവിടെയായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞ 9 വർഷം പിന്നിടുമ്പോൾ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്ന് അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചു. വൻകിട പദ്ധതികൾ, ഒപ്പം സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം സർവതല സ്പർശിയായ വികസനം കേരളത്തിൽ നടപ്പാക്കിയതിൻ്റെ ഒരു നേർചിത്രം മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. ആ നിലയിലാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തെ കാണേണ്ടത് എന്നാണ് തോന്നുന്നത്. ഒപ്പം കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന നിലപാട്, കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചത്, കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ പോലും കേരളത്തിന് മുന്നേറാനായത് തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. അത് കണക്കുകൾ നിരത്തി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു. വ്യവസായ രംഗം, ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, വൈദ്യുതി, ടൂറിസം, പൊതുവിദ്യാഭ്യാസ രംഗം, അതേപോലെ തന്നെ പൊതുവിതരണ രംഗം തുടങ്ങി വിവിധ മേഖലകളിൽ സർക്കാർ മുന്നോട്ട് വെച്ച ക്ഷേമ പ്രവർത്തനങ്ങൾ, അതായത് കേരളം മുന്നേറിയ 9 വർഷത്തിൻ്റെ ഒരു നേർചിത്രം മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ, അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിന് മുമ്പിൽ ഇന്ന് കൃത്യമായി വരച്ചിടുകയായിരുന്നു. ആ നിലയിലാണ് ഈ വാർത്താ സമ്മേളനത്തെ പൊതുവായി കാണേണ്ടത്. അസിത.